PT-7 പിടികൂടാനുള്ള ദൗത്യത്തിന് തുടക്കം. വനം വകുപ്പിന്റെ പ്രത്യേക ദൗത്യ സംഘം ആനയ്ക്ക് അരികിലെത്തിയെങ്കിലും ആന ഉൾവനത്തിലേക്ക് മാറി. ആനയെ മയക്കുവെടി വയ്ക്കാൻ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് വനം വകുപ്പ്. ഫിറോസ് അലി മുഹമ്മദ് വിശദാംശങ്ങളുമായി ചേരുന്നു. ഫിറോസ്, ആനയെ പിടികൂടാൻ ഏതാനും ദിവസങ്ങളായി ശ്രമിക്കുകയാണ്. ആന ഇപ്പോൾ ഉൾവനത്തിലേക്ക് മാറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ദൗത്യ സംഘത്തിന്റെ നീക്കം? അതെ ഫിജി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വനം വകുപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദൗത്യമെന്നാണ് ഓപ്പറേഷൻ PT-7 കുറിച്ച് വനമന്ത്രി AK ശശീന്ദ്രൻ അല്പസമയം മുമ്പ് വിശേഷിപ്പിച്ചത്. അത് അത്രയേറെ ശ്രമകരമാണ്. പ്രത്യേകിച്ചും PT-7 പോലെ അത്ര ആകാര വലിപ്പമുള്ള വലിയ കൊമ്പുകളുള്ള ഒരു കൊമ്പനെ തളയ്ക്കുക അല്ലെങ്കിൽ കൂട്ടിലാക്കുക എന്നത് അത്ര ശ്രമകരമായൊരു ദൗത്യമാണ്. അത് ഇന്ന് തന്നെ അതിന് കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ദൗത്യസംഘം. പക്ഷേ ഇപ്പോൾ പ്രത്യേകിച്ചും ഈ ആ പ്രദേശത്തിൻ്റെ ഒരു ഭൂപ്രകൃതി, ധോനിയുടെ ഒരു ഭൂപ്രകൃതി, അതൊക്കെ ഇതിനെ ബാധിക്കുന്നുണ്ട്. അതായത് ഓപ്പറേഷൻ PT-7 ബാധിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. ഇപ്പോൾ ഈ PT-7 കുന്നിൻ ചെരുവിലേക്ക് മാറി എന്നുള്ള വാർത്തയാണ് വരുന്നത്. അതായത് ഇതിൽ ഏറ്റവും പ്രധാനം, ഈ ഓപ്പറേഷനിൽ ഏറ്റവും പ്രധാനം ഈ മയക്കുവെടി വയ്ക്കുന്ന സമയവും സ്ഥലവുമാണ്. ഏത് സ്ഥലത്ത് വെച്ച് മയക്കുവെടി വെക്കണം, അതുപോലെ ഏത് സമയത്ത് മയക്കുവെടി വെക്കണം. നമുക്ക് ഈ അടുത്ത 1-2 മണിക്കൂറുകൾ ഏറ്റവും നിർണായകമാണെന്ന് പറയാം. നട്ടുച്ച വെയിലിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മയക്കുവെടി വെക്കുക, അത് ആ ഒരു സമയത്ത്, ആ വലിയ വെയിലുള്ള സമയത്തൊന്നും അത് സാധ്യമാകില്ല. അതായത് 1-2 മണിക്കൂറുകൾക്കുള്ളിൽ ഈ ദൗത്യ സംഘത്തിന് ഈ ഓപ്പറേഷൻ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, മയക്കുവെടി വയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ദൗത്യം നാളത്തേക്ക് നീളാനുള്ളൊരു സാധ്യതയാണുള്ളത്. ഇപ്പോൾ നമ്മൾ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ ഈ ആന മയങ്ങാനെടുക്കുന്ന സമയം 25 മിനിറ്റാണ്. ആ 25 മിനിറ്റ് ഏറ്റവും നിർണായകവുമാണ്. അപ്പോൾ ആ സമയത്ത് ആന ഏത് തരത്തിൽ, എത്ര ദൂരത്തേക്ക് സഞ്ചരിക്കുന്നു, എവിടേക്കൊക്കെ പോകുന്നു എന്നൊക്കെ ഉള്ളത് പ്രധാനമാണ്. അപ്പോൾ അത്ര വലിയ ശക്തമായൊരു നിരീക്ഷണം ഇപ്പോൾ ഈ ആനയെ ആ നിലയ്ക്ക് തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ആന കൃത്യമായും ഈ ദൗത്യ സംഘത്തിൻ്റെ നിരീക്ഷണ വലയത്തിൽ തന്നെയാണ്. അതേസമയം ഇപ്പോൾ ഈ ഒരു സമയത്ത് ആന കുന്നിൻ ചെരുവിലേക്ക് മാറിയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു മയക്കുവെടി വയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ കഴിയില്ല. അതിലേറ്റവും പ്രധാനമായി നമുക്ക് എടുത്തു പറയേണ്ടി വരുന്ന മറ്റൊരു കാര്യം ഈ കുങ്കിയാനകളെ കുറിച്ചാണ്. കുങ്കിയാനകൾ എന്ന് പറയുമ്പോൾ 3 കുങ്കിയാനകൾ. അതിൽ മൂന്നാമത്തെ കുങ്കിയാനയായ സുരേന്ദ്രനെ പ്രത്യേകം ആവശ്യപ്പെട്ടതാണ് ദൗത്യ സംഘ തലവനെന്ന് പറയാവുന്ന നമ്മുടെ ഡോക്ടർ അരുൺ സക്കറിയ, വെറ്റിനറി സർജൻ അരുൺ സക്കറിയ പ്രത്യേകം ആവശ്യപ്പെട്ടതാണ് സുരേന്ദ്രൻ എന്ന കുങ്കിയാനെ. മുത്തങ്ങയിൽ നിന്നാണ് സുരേന്ദ്രൻ എത്തുന്നത്. സുരേന്ദ്രൻ ഇത്തരം മിഷനുകളിൽ പങ്കെടുക്കാൻ, ഇത്തരം മിഷനുകൾ വിജയിപ്പിക്കാൻ മിടുക്കനായ കുങ്കിയാനയാണ്. ഒപ്പം വിക്രം, ഭരതൻ എന്നിങ്ങനെ 2 കുങ്കിയാനകൾ കൂടി ഈ സംഘത്തിലുണ്ട്. അതിൽ ഈ ഒരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ മയക്കുവെടി വെച്ച ശേഷം ആന മയങ്ങുന്ന സമയത്ത് ആനയെ 2 കുങ്കിയാനകൾ ഇരുവശത്തു നിന്നുമായി വലിക്കുന്നു. അപ്പോൾ മറ്റൊരു കുങ്കിയാന പിറകിൽ നിന്ന് തള്ളി കൂട്ടിലേക്ക് കയറ്റുന്നു. അങ്ങനെ ഒരു സംവിധാനമാണ് ഇപ്പോൾ ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ആലോചിച്ചിരിക്കുന്നത്. ഏതായാലും ഈ സമയവും സ്ഥലവും അത് ഏറ്റവും പ്രധാനമാണ് ഈ മിഷനുമായി ബന്ധപ്പെട്ട്. വനംവകുപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മിഷൻ, ധോനിയിൽ ഭീതി വിതയ്ക്കുന്ന PT-7 പിടികൂടാനുള്ള ദൗത്യം തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായി മാറുന്നത് ഈ ആനയുടെ പൊസിഷനാണ്. ആന നിൽക്കുന്ന സ്ഥലമാണ്, അത് കുന്നിൻ ചെരുവിലാണ്. അവിടെ നിന്ന് ആനയെ സുരക്ഷിതമായ ഒരിടത്തേക്ക്, മയക്കുവെടി വയ്ക്കാൻ യോജിച്ച ഒരിടത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പോൾ ദൗത്യസംഘം ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഫിജി, ഫിറോസ്, നമുക്കറിയാം സാധാരണ കാട്ടാന നാട്ടിലിറങ്ങിയാൽ അതിനെ എങ്ങനെയെങ്കിലും വനത്തിലേക്ക് തിരികെ ഓടിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് പലരും ചെയ്യുന്നത്. പാട്ടകൊട്ടിയും അത്തരത്തിൽ തിരികെ വനത്തിലേക്ക് കയറ്റുക എന്ന കാര്യമാണ് ചെയ്യുന്നത്. പക്ഷേ PT-7 സംബന്ധിച്ച് ഇപ്പോൾ ഉൾവനത്തിലേക്ക് കയറി കഴിഞ്ഞു എങ്കിലും അവിടെ നിന്ന് മയക്കുവെടി വെച്ച് നാട്ടിലെത്തിക്കാനുള്ള ശ്രമം നടക്കുന്നു. അപ്പോൾ തീർച്ചയായും ഈ നാട്ടിലെത്തിച്ച് മെരുക്കി അതിനെ ഇവിടെ നാട്ടിൽ തന്നെ സംരക്ഷിക്കുക എന്നുള്ളൊരു നിലപാടാണോ വനം വകുപ്പിനുള്ളത്? തീർച്ചയായും. ഇപ്പോൾ PT-7 ഒരു സഞ്ചാരപഥമൊക്കെ ഈ ധോനിയുടെ ഗ്രാമപ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരവധി കൃഷിസ്ഥലങ്ങൾ നശിപ്പിക്കുന്നു. കർഷകർക്കൊക്കെ ഒരു വലിയ വെല്ലുവിളിയായിട്ട് തന്നെ PT-7 നിൽക്കുന്നു. ആ തരത്തിലാണ് PT-7 വിഹാരം. അതുകൊണ്ടാണ് PT-7 അത്തരത്തിൽ കൂട്ടിലടച്ച് ഫിജി സൂചിപ്പിച്ച പോലെ തന്നെ അത് വനം വകുപ്പിൻ്റെ പരിപാലനത്തിലേക്കോ മറ്റേതെങ്കിലും ആനക്കുട്ടിലേക്കോ ഒക്കെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ആയിരിക്കാം. അങ്ങനെ ആയിരിക്കാം വനം വകുപ്പ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും ആ പ്രദേശത്തെ കർഷകരെ സംബന്ധിച്ച് PT-7 വലിയൊരു ഭീഷണിയാണ്. അവരുടെ നിരന്തരമായ ആവശ്യമാണ് PT-7 ഭീഷണിയിൽ നിന്ന് അവരെ ഏതെങ്കിലും തരത്തിൽ മോചിപ്പിക്കണം. അതായത് PT-7 പിടികൂടണം, PT-7 കൂട്ടിലടയ്ക്കണം എന്നുള്ളത്. പക്ഷേ അതേസമയം തന്നെ PT-7 ആ ഒരു മിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, PT-7 ഒരു കാരണവശാലും പരിക്ക് പറ്റാൻ പാടില്ല എന്ന് കൂടിയുണ്ടല്ലോ. അപ്പോൾ സുരക്ഷിതമായി PT-7
കൂട്ടിലടയ്ക്കുക എന്നുള്ളതാണ് വനം വകുപ്പിൻ്റെ ഏറ്റവും ദുഷ്കരമായ ദൗത്യം. ആ ദൗത്യത്തെ ദുഷ്കരമാക്കുന്നത് അതുതന്നെയാണ്. കാരണം അത് ഏതെങ്കിലും തരത്തിൽ ഈ മയക്കുവെടി വെച്ച ഈ ഒരു മിഷനിൽ PT-7 പരിക്ക് പറ്റാൻ പാടില്ല. ഒപ്പം ഈ മയക്കുവെടി വച്ച ശേഷമുള്ള PT-7 സഞ്ചാരപഥങ്ങളിൽ എവിടെയെങ്കിലും മറ്റാർക്കെങ്കിലും, നാട്ടുകാർക്കോ വനപാലകർക്കോ അങ്ങനെ ആർക്കെങ്കിലും പരിക്ക് പറ്റാൻ പാടില്ല. ആ നിലയ്ക്കൊക്കെ അത്യന്തം സുരക്ഷിതമായിട്ടാണ് ഇപ്പോൾ ഈ ദൗത്യസംഘം ഇക്കാര്യം ഈ മിഷനുമായി മുന്നോട്ട് പോകുന്നത്. അതിൽ തന്നെ എടുത്തു പറയേണ്ട കാര്യം ഡോക്ടർ അരുൺ സക്കറിയ ഇത്തരം ഉദ്യമങ്ങൾക്ക് ഏറ്റവും മികച്ച മയക്കുവെടി വയ്ക്കുന്നതിലൊക്കെ ഏറ്റവും വിദഗ്ധനായ വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ മിഷൻ പുരോഗമിക്കുന്നത്. വനം വകുപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മിഷൻ. അത്ര വലിയ ആകാര വലിപ്പമുള്ള വലിയ കൊമ്പുകളുള്ള കൊമ്പനാനയെ കൂട്ടിലാക്കാൻ ഇപ്പോൾ അതിനുള്ള ശ്രമം തുടരുന്നു. അല്പസമയത്തിനകം ഈ ആനയെ കുന്നിൻ ചെരുവിൽ നിന്ന് ഈ മയക്കുവെടി വയ്ക്കാൻ പറ്റുന്ന ഒരു ഇടത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വനം വകുപ്പും ദൗത്യസംഘവും. അപ്പോൾ ദൗത്യസംഘം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതായാലും അടുത്ത 1-2 മണിക്കൂറുകൾ ഏറ്റവും നിർണായകമാണ്. അതിനുള്ളിൽ മയക്കുവെടി വെച്ചില്ലെങ്കിൽ പിന്നെ ഈ പറയപ്പെടുന്നത് പോലെ കാലാവസ്ഥ, നട്ടുച്ച വെയിലൊന്നും അങ്ങനെ മയക്കുവെടി വയ്ക്കാറില്ല. ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ദൗത്യം മിഷൻ PT-7 നാളത്തേക്ക്, ഞായറാഴ്ചത്തേക്ക് നീളാനും സാധ്യതയുണ്ട്. ഫിജി. ശരി ഫിറോസ്.